നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോകളൊക്കെ നിങ്ങളെ കൃത്യമായി എത്തുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നോക്കുന്നത് ഒരു വശീകരണ മന്ത്രത്തെ പറ്റിയിട്ടാണ്. രതീശ്വരി വശീകരണ മന്ത്രമാണ്. കാമദേവൻ്റെ പത്നിയായിട്ടുള്ള രതീശ്വരിയുടെ അതീവ കാമപ്രദമായിട്ടുള്ള ഒരു മന്ത്രമാണ്. ആളുകളെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം നമ്മളിലേക്ക് എത്തുവാനും കമിതാക്കൾക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കും അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും വശീകരിക്കാനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ജപിക്കാൻ സാധിക്കുന്ന വളരെ ശക്തമായിട്ടുള്ളതും അതുപോലെ തന്നെ ചെറിയ ജപസംഖ്യയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതും അതീവമായിട്ടുള്ള ഫലപ്രാപ്തി ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ രതീശ്വരി മന്ത്രം. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ കാമദേവ മന്ത്രങ്ങൾ അതുപോലെ തന്നെ വശീകരണ മന്ത്രങ്ങളൊക്കെ ആളുകളെ ബലം പ്രയോഗിച്ച് നമ്മളിലേക്ക് ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആകർഷണം കൊണ്ടുവരുന്ന മന്ത്രങ്ങളാണ്. അതിൻ്റെ ഉദ്ദേശം എന്നാൽ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുകളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകൾക്ക് ഇവർക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ അർഹതയുള്ളത്. അപ്പോൾ അത് ദുരുപയോഗം ചെയ്യാതിരിക്കേണ്ടത് അവരവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ദുരുപയോഗം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ സ്വയമാണ് അനുഭവിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മന്ത്രത്തിലേക്ക് കിടക്കാം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് 11 തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് രതിദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം 11 തവണ ജപിക്കുക. അതുപോലെ തന്നെ 21 ദിവസമാണ് ഈ മന്ത്രം നമ്മൾ ജപം ചെയ്യേണ്ടത്. അതിനുള്ളിൽ തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മളൊരു വ്യക്തിയുടെ സ്നേഹം ആഗ്രഹിക്കുകയാണെങ്കിൽ അവരുടെ പേരും നക്ഷത്രവും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ അവരെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് പേരും നക്ഷത്രവും പറയുന്നത്? അപ്പോൾ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധമുള്ള ആളുകളുടെ പേരും നക്ഷത്രവും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അല്ലാത്തൊരാളുടെ നമുക്ക് അറിവുണ്ടാകില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് അറിവുള്ള അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളുമായിട്ട് അവരുമായിട്ടൊരു സ്നേഹത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രത്തിൻ്റെ ഉപയോഗം എന്നുള്ളത്. അല്ലാതെ നമുക്ക് കണ്ണിൽ കാണുന്ന എല്ലാവരെയും നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയില്ല. പക്ഷേ ഈ ഒരു മന്ത്രം ജപിക്കുകയാണ് എല്ലാവർക്കും നമ്മളിലേക്കൊരു ശ്രദ്ധ, ഒരു അട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളോടൊരു വശ്യത ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നമ്മളിലേക്ക് അടുപ്പിക്കുവാനും ഈ ഒരു മന്ത്രപ്രയോഗം കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കേവലം 21 ദിവസം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ തന്നെ മറ്റ് മന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, മറ്റ് വശീകരണ മന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മന്ത്രം പ്രയോഗിക്കാൻ പാടില്ല. അതല്ലാതെ നമ്മൾ നിത്യജപത്തിന് മറ്റ് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് ആ മന്ത്രം ജപിക്കുന്നതെന്ന് നോക്കാം. ഓം ക്ലീംകാര സ്വരൂപിണി രതീശ്വരി സർവവശ്യം മോഹിനി ത്രിഭുവന സുന്ദരി പരായൈ നമ. അപ്പോൾ മന്ത്രം ഒരിക്കൽ കൂടി പറയാം. ഓം ക്ലീംകാര സ്വരൂപിണി രതീശ്വരി സർവവശ്യം മോഹിനി ത്രിഭുവന സുന്ദരി പരായേ നമ. അപ്പോൾ ഈ മന്ത്രം ജപിക്കുമ്പം നിരന്തരം ഈ മന്ത്രം നമ്മൾ 21 ദിനം ജപിക്കുമ്പം നമ്മളിലേക്ക് ഒരു ആകർഷണം, ഒരു വശീകരണ ശക്തി കൂടുകയാണ്. അപ്പോൾ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അനുഭവയോഗ്യമാകാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ കണ്ട് ചിരിക്കാത്ത ആളുകളൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ ഈ ഒരു മന്ത്രജപം കൊണ്ട് വരുന്നതാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 11 തവണ മാത്രം ജപിച്ചാൽ മതി എന്നുള്ളത് ഈ ഒരു മന്ത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ മന്ത്രം ചെയ്യുമ്പോൾ നമ്മൾ ഹൃദ്യസ്ഥമാക്കിയ ശേഷം നമ്മൾ തെറ്റാതെ ആദ്യം ദേവിയെ ധ്യാനിക്കുക. ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നമ്മൾ
മനസ്സിൽ കരുതുക. മന്ത്രജപത്തിന് ശേഷം അവരുടെ പേരും നാളും പറയാൻ ശ്രമിക്കുക. അങ്ങനെ അല്ലാതെ നമുക്ക് ജപിക്കുമ്പോൾ എല്ലാവരുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ലഭിക്കാൻ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മന്ത്രത്തെ പറ്റി ഏവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് റീപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും നന്ദി.